അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെൻറ്റ് സ്ഥലത്തെ 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ടെറസിട്ട നല്ല ഭംഗിയുള്ള പണി തീരാത്ത നല്ലൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ടാറിട്ട റോഡാണ് നേരെ തൊട്ട് മുന്നിൽ കൂടെ വരുന്നത്. തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി ലക്ഷറി വീടുകളുണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഏരിയയിൽ 10 സെൻറ്റ് സ്ഥലം. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. വീട് ഏകദേശം ഒരു 85% വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളൂ. ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീടാട്ടോ. കാരണം ആര് കണ്ടു കഴിഞ്ഞാലും നല്ലൊരു നോക്കി പോകുന്ന നല്ലൊരു ഇൻറ്റീരിയലും എക്സ്റ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള നല്ലൊരു വീട്. ഏകദേശം വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആവണം, അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് കിട്ടുള്ളൂ. നല്ലൊരു മോഡൽ വീടാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ക്വയർ പ്ലോട്ട് കേട്ടോ. ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം കുറച്ചും കൂടെ ഒക്കെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടഫൺ ഗ്ലാസ്, പോളികാർബൺ ഷീറ്റ് ഇതൊക്കെ ഇടണം. വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് ലുക്കിലുള്ള കാർ പോർച്ച് ഉണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട്. ഇവിടെ ഒരു പാസേജ് ഏരിയ, ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഫ്ലോറിംഗ് വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട്, ഉൾഭാഗത്തൊക്കെ ഫ്ലോറിംഗ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല തേക്കാണ്, തേക്കിൻ്റെ ഡോറാണ്. അപ്പോൾ അതൊക്കെ പോളിഷിങ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഒത്തിരി ഹൈലൈറ്റ് എടുത്ത് പറയേണ്ട ഒരുപാട് മരങ്ങൾ കൊണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുണ്ട്. മുകൾ ഭാഗത്തൂടെയൊക്കെ ഫുള്ളായിട്ട് മരത്തിൻ്റെ പാനലിങ് ചെയ്തിട്ടുണ്ട് ചുറ്റുഭാഗവും. അതുപോലെ തന്നെ ഹാളിലൊക്കെ ഒരുപാട് മരത്തിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇവിടെ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇത് റെഡിമെയ്ഡിൽ കേട്ടോ, നല്ല ഫുള്ള് മരത്തിൻ്റെ കരുവാക വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഹാളിലേക്കുള്ള ഡോറാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ പുതിയ മോഡൽ നല്ല സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ചെറിയൊരു ലിവിങ് ഏരിയ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചുമരിലൊക്കെ നല്ല 4x2 സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചത്. നല്ല പ്യുവർ വൈറ്റ് സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനി ജനലിന് ഇവിടെ ഫ്രെയിം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഉൾഭാഗങ്ങൾ 4x2 സൈസിലുള്ള ടൈലാണ്. ഈ ലിവിംഗിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്ന വലിയൊരു ഹാളിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ഹാളാട്ടോ. മുകൾ ഭാഗം ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ, ഹാളിൽ, ബെഡ്റൂമിലൊക്കെ ജിപ്സം വർക്ക് മുകൾ ഭാഗം ചെയ്തിട്ടുണ്ട്. വയറിംഗ് എല്ലാം തീർന്നിട്ടുണ്ട്. എല്ലായിടത്തും സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫിനിഷിങ്, ഇവിടെ ഈ വുഡൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കോട്ട് പെയിൻ്റ് അടിക്കുക. ചുമരിലൊക്കെ ഉണ്ടോ, ചുമര് പെയിൻ്റ് അടിക്കാനൊന്നുമില്ല, ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഹാളിലൊക്കെ ടൈൽ ഒട്ടിച്ച അപ്പോക്സി വർക്കാണ്. ഇവിടെ ഒരു TV യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ജിപ്സം ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് തട്ടിക്കോട്ടി ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യണം, അതിനുള്ളൊരു ഏരിയയാണ്. അടിഭാഗത്ത് കബോർഡ് രീതിയിലുള്ളത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ സെറാമിക് ബൗൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഹാളിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കണ്ടോ, നല്ല ഒരു എൽ ഷേപ്പിലുള്ള സിറ്റിംഗ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത്, ഇവിടെയൊക്കെ ഡോറുകളൊക്കെ ഫുള്ള് കോസ്റ്റ്ലി ആയിട്ട് നമ്മൾക്ക് റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ UPVC ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ടഫൺ ഗ്ലാസ് വെച്ചിട്ട്. ഇനി ഇതിൽ കർട്ടൻസൊക്കെ വരണം കേട്ടോ. അപ്പോൾ അതൊക്കെ കോസ്റ്റ്ലി മെറ്റീരിയലാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഈ കട്ടിലകൾ ഇതുണ്ടോ, കയ്യിലെടുത്താൽ കിട്ടുന്ന ഈ കട്ടില, അലമറ, ഇതെല്ലാം അവർ കൊണ്ടുപോകും. അതായത് അവർക്ക് കുറച്ചൊരു ഫർണിച്ചറിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലിവിടെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മുകൾ ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ മുകൾ ഭാഗം ഇവിടെയൊക്കെ വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കയ്യിലെടുത്താൽ കിട്ടുന്ന, അതായത് അടിയിലിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ കട്ടില, ഈ അലമാര, ഇതൊക്കെ അവർ കൊണ്ടുപോകും. ചുമരിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഇതുണ്ട്, ഈ കബോർഡ് വർക്ക്, ഇതൊക്കെ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യക്കാർക്ക് നമ്മൾ പറഞ്ഞു തരും. ഈ ബെഡ്റൂമിൽ ബാത്റൂം അത് ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ മറ്റൊരു ബെഡ്റൂമുകളിലെ ഡോറുകളൊക്കെ ഇതൊക്കെ തേക്കാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി. ഫുള്ള് മരത്തിൻ്റെ കാതാണ്. ഇവിടെ ഈ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, വലിയ സൈസിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. പുതിയ ലൈറ്റസ്റ്റ് മോഡൽ ഇവിടെ ഉണ്ടോ, വിൻഡോസിൻ്റെ ഇവിടെ ഒക്കെ ഒരു സിറ്റിംഗ് ഏരിയ. ഇനി കർട്ടനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. ചുമരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു മിറർ സെറ്റ് ചെയ്യാനുണ്ട്. ജനൽ ഫ്രെയിമുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വുഡൻ പാനൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ബാത്റൂമിലും ക്ലോസറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ടാപ്പുകൾ വെക്കണം, CP ടാപ്പുകൾ, സ്റ്റീലിൻ്റെ ടാപ്പുകൾ വെക്കാനുള്ളൊരു വർക്ക് അവിടെ പെൻഡിങ് ഉണ്ട്. ഇനി എടുത്ത് പറയാനുള്ളത് ഇവിടെ വേറെ കിച്ചൺ. ഇത് നോക്കി നിങ്ങൾ, എന്താ വർക്കുകൾ, ഫുള്ളായിട്ട് അടിപൊളിയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ്, നമ്മളെ റെഡിമെയ്ഡ് അലൂമിനിയം ഫാബ്രിക്കേഷൻ അതൊന്നും ഇല്ല കേട്ടോ. ഫുള്ളായിട്ട് നല്ല വുഡ്, മരത്തിൻ്റെ ഡോർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല കൊത്തുപണികളാണ്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റ്. ഇവിടെ കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ് വർക്കുകൾ. ഇവിടെ ചെറിയൊരു ചിമ്മിനി രൂപത്തിൽ, ഒരു ട്രഡീഷണൽ രീതിയിൽ ചെറിയൊരു ചിമ്മിനി പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിൻഭാഗത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയൻ്റെ വർക്കൊക്കെ പെൻഡിങ് ആണ്. അവിടെ നിന്ന് തേക്കണം, അവിടെ ഒരു ആലുവ പുകടുപ്പൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറിൻ്റെ ഒരു പാതി ഭാഗം സ്ലാബ് ഇട്ടേക്കണം. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റെയറിൻ്റെ ലാൻഡിങ് ആണത്. ലാൻഡിങ്ങിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ്, മറ്റുള്ള ഭാഗത്ത് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു വെറൈറ്റി ലുക്കിലാണ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇവിടെ ഇനി ടഫൺ ഗ്ലാസ് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പോളികാർബൺ ഷീറ്റ് ഇടണം, വെളിച്ചല്ലേ. ഇനി ഈ ഒരു ഏരിയ ഇവിടെ ബെഡ്റൂമിൻ്റെ ഒരു ഏരിയയാണ്. അതായത് ഇത് ഈ വർക്ക് ഫിനിഷിംഗ് ആകുമ്പോൾ ഈ ഭാഗത്തൊരു ബെഡ്റൂമും കൂടെ വരും. അതായത് ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ചിട്ട് നല്ല കർട്ടൻസൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബെഡ്റൂം അവിടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അവിടെ. പിന്നെ അത് ഇവിടെയൊക്കെ നമുക്ക് ഇനി മുകൾ ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് റൂമുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പ്ലെയിൻ റൂഫിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ ഒരു ഏറുമാടം, ഒരു വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഹട്ട് രീതിയിലൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾക്ക് ഷീറ്റ് ഇട്ടാൽ മതി. ഇവിടെ ഒരു കോമൺ ബാത്റൂം വേറെയുണ്ട്. വീടിന് പിൻഭാഗത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളുണ്ട്. വലിയ വലിയ വീടുകളാണ് പിൻഭാഗത്ത് സൈഡിലൊക്കെ ഉള്ളത്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല വൈബായിട്ടുള്ളതുണ്ട്. നല്ലൊരു സൂപ്പർ ഏരിയ. ജസ്റ്റ് വീടിൻ്റെ ചുറ്റുഭാഗം ഞാനത് കാണിച്ചു തരാം. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിലിപ്പോൾ കുറച്ചൊരു വാഴയുണ്ട്, കുറച്ച് ഭാഗം സൈഡിൽ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു വിയറ്റ്നാം ഇയറിൽ ഒരു പ്ലാവുണ്ട്, ഒരു പ്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിൻഭാഗത്ത് ഇവിടെയൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. പിൻഭാഗത്തൊക്കെ ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഇവിടെ വർക്ക് ഏരിയയോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഒരു ചെറിയൊരു ഹാൾ പോലെ ഉണ്ട്. വേസ്റ്റ് ലൈന് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് പിൻഭാഗത്ത്, ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൽ കണ്ടിട്ടുള്ള വർക്ക് ഏരിയ. വർക്ക് ഏരിയയോട് ചേർന്നിട്ട് ഇവിടെ ഒരു വസ്ത്രങ്ങളൊക്കെ കഴുകി വിരിക്കാനുള്ളൊരു ഏരിയ, അങ്ങനെ ഒരു വർക്ക് ഏരിയ ആയിട്ട് നമ്മൾക്ക് അവിടെ ഉപയോഗിക്കും, ഒരു ഹാളായിട്ട്. ഇതാണ് കിണർ വരുന്നത്. കിണർ പാതി ഭാഗം ഇപ്പോൾ സ്ലാബ് ഇട്ടാണ്, അടിഭാഗം റിങ് ഇറക്കിയിട്ടുണ്ട്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ്. ഇതൊക്കെ അതിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ വീടിൻ്റെ മോഡൽ എന്നുള്ളതിൻ്റെ 3D പിക്ചറാണിത്. 10 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ നിങ്ങൾ ഈ കണ്ട ടെറസിട്ട നല്ല ഭംഗിയുള്ളൊരു വീട്. അതായത് ഈ വീട് വർക്ക് ഫുള്ള് ഫിനിഷിങ് ആവണം, നല്ല സെറ്റപ്പിൽ കയറ്റിയിട്ടുള്ളൊരു വീട് കേട്ടോ. നല്ല അടിപൊളി എലിവേഷനോട് കൂടി ഇൻറ്റീരിയലും എക്സ്റ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർക്കും ഫിനിഷിംഗ് ആയിട്ട് വരുമ്പോഴാണ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ എന്താ വീട് ഇങ്ങനെ നോക്കിപ്പോവും. ആ രീതിയിലുള്ള ഒന്ന് നോക്കി ആശ്ചര്യത്തോടെ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പൂർണ്ണ രൂപം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 85% വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളൂ. ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി ഇപ്പം നിലവിൽ ഈ ഒരു അവസ്ഥയിൽ, നിങ്ങൾ ഈ കണ്ടൊരു അവസ്ഥയിൽ അങ്ങനെ കൊടുക്കും. ഇനി ബാക്കിയുള്ള ബാലൻസ് വരുന്ന വർക്കുകൾ ഇതാരാണോ വാങ്ങുന്നത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതായത് മുകൾ ഭാഗത്ത് ടഫൺ ഗ്ലാസ് ഉണ്ട്, പോളികാർബൺ, അങ്ങനെ ഷീറ്റുകളൊക്കെ 2-3 വിധത്തിലുണ്ട്. അത് അവർക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെയിൻറ്റിങ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പൊളികളൊക്കെ ആയിട്ട് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പൊളികൾ അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്ലാനിങ് നിങ്ങൾക്ക് തരും. അതായത് ഫ്രണ്ട് ഭാഗത്ത് പോർച്ചിൻ്റെ നേരെ മുകളിൽ ഒരു ബെഡ്റൂമും കൂടെ ഒരു ഗ്ലാസ് ഇട്ടിട്ട് നല്ല സെറ്റപ്പിൽ ഫുള്ള് കർട്ടനൊക്കെ ഇട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഇപ്പം നിലവിൽ ഉള്ള ഈ രീതിയിൽ തരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്ക് ഫിനിഷിംഗ് ആക്കിയിട്ട് തരാം. 10 സെൻറ്റ് സ്ഥലമുണ്ട്, നല്ല വഴി സൗകര്യം ഉണ്ട്, വെള്ളം പറ്റാത്ത കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വില ഇതിലിപ്പോൾ അനൗൺസ് ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ
ഇത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ തരാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇത് പേലേപ്പുറം ഭാഗത്താണ്, മഞ്ചേരി കുട്ടിപ്പാറ ചാരങ്കാവ് റൂട്ടിൽ പേലേപ്പുറം ചെറുവട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇളങ്കൂർ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് എൻട്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ വണ്ടൂര് ചെറുകോട് ഭാഗത്ത് നിന്ന് അതിൽ വരാം. 3-4 ഭാഗത്ത് നിന്ന് എൻട്രൻസ് ഉള്ള ഒരു ഏരിയയാണ്. തൊട്ടടുത്തൊക്കെ നിരവധി VIP വീടുകളുണ്ട്. നല്ലൊരു ഏരിയ, ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.